അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാഥ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഗാഥ നവീനെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സിതാരോട് ഫോൺ ആവശ്യപ്പെടുന്നു. അപ്പോൾ സിതാര പറയും ഫോൺ തരില്ല എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് നവീനെ കാണണം, ഇപ്പം തന്നെ കാണണം, ഇപ്പം തന്നെ വിളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ വേർപിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല എന്ന് പറയും. ഇത് കേട്ട് സിതാരയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ സിതാര പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സീനി അങ്ങോട്ട് വരുന്നു. അപ്പോൾ പറയുന്നു ഇനി അവരെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, അല്ലാതെ അവർ പിരികയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നു. നവീൻ വന്ന് ഗാഥയുടെ കൈയൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിതാര അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അപ്പോൾ സിതാരയെ കണ്ട ഉടനെ രണ്ടുപേരും കൈ മാറ്റി വെക്കുകയാണ്. പിന്നീട് നവീനോട് പറയുന്നു നവീൻ തിരിച്ചു വരണം, എനിക്ക് നവീൻ്റെ കൂടെ ഇല്ല. അപ്പോൾ നവീൻ പറയുന്നു ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് നിൻ്റെ കൂടെ വന്നിരിക്കുക, എനിക്ക് കുറച്ചിപ്പോൾ ആവശ്യങ്ങളുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നവീൻ അങ്ങനെ പോവുകയാണ്. ഇതേ സമയം നവീൻ്റെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശിയൊക്കെ ഗാഥയ്ക്ക് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നവീനെ വിളിച്ച് അന്വേഷിക്കുക. അപ്പം നവീൻ പറയും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം മുത്തശ്ശി ചോദിക്കും എന്താ കാരണം എന്ന് ചോദിക്കുക. പറയുന്നത് ഓവർ സ്പീഡാണ്, പിന്നെ എന്തോ സർപ്പത്തെ കണ്ടെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ അത് കേൾക്കും മുത്തശ്ശിക്ക് ഒന്നും കൂടെ ഇതാവും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്തിട്ട് നവീൻ്റെ അച്ഛനോട് പറയും നമുക്ക് എന്തായാലും പരിഹാര ക്രിയകൾ ചെയ്യണം, ഇല്ലാതെ ശരിയാകത്തില്ല, ഇതൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല എന്നുള്ള കാര്യം അറിയിക്കും. അതേസമയത്ത് സിതാര നവീനോട് പറയുന്നുണ്ട് ഈ നിങ്ങൾക്ക് കളരിക്കൽ കുടുംബത്തിൽ എന്തെങ്കിലും നാഗസർപ്പ ശാപം ഏതാണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം നവീൻ പറയും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അപ്പം നവീൻ ഗാഥയോട് ചോദിക്കും നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാനും വിശ്വസിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അതിലൊന്നും വിശ്വസിക്കാതെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ പണവുമായിട്ട് തങ്കത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ തങ്കത്തിനോട് പറയുന്നു എല്ലാവരുടെ പണമുണ്ട്, പക്ഷേ അമ്മയുടെ സർജറി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ പണം ആവശ്യമുണ്ട്, അതിന് എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നു. പിന്നീട് നമ്മുടെ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും കൂടെ തിരുമേനിയെ കാണാൻ പോകുന്നു. അങ്ങനെ മുത്തശ്ശി തിരുമേനിയെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പം പറയുന്നു നാഗസർപ്പ പൂജ ഇനി ആവശ്യമില്ല, പക്ഷേ ഞാനൊരു ചരട് തരാം, ഇതാ പെൺകുട്ടിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം, കാരണം ദോഷങ്ങളുണ്ട്, ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും എന്നൊക്കെ തിരുമേനി പറയുകയാണ്. അപ്പം മുത്തശ്ശി അത് വാങ്ങിക്കും. എന്നിട്ട് പറയും മറ്റേ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഏതായാലും ആ പെൺകുട്ടി നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എത്തുക തന്നെ ചെയ്യും, എന്തായാലും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കാൻ പറയുന്നു. അങ്ങനെ മുത്തശ്ശി ചരട് വാങ്ങിക്കുകയാണ്. ഇത് നമ്മുടെ ഗാഥയുടെ കയ്യിൽ കെട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഗാഥ ഇത് സമ്മതിക്കുമെന്ന് പോലും അറിയത്തില്ല, കാരണം ആചാരങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ നമ്മുടെ തങ്കത്തെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും കഴിയുന്നു. അപ്പോൾ പൈസയുടെ കാര്യം ഡോക്ടർ വീണ്ടും പറയുകയാണ് പൈസ എല്ലാം വേണമെന്നുള്ളത്. അപ്പോൾ കൃഷ്ണ പറയുന്നത് ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്തു തരാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പക്ഷേ ഡോക്ടർ അതൊന്നും കേൾക്കുന്നില്ല. അതേസമയത്ത് തങ്കം പറയുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരത്തില്ല, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഇത്രയൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.